വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. Gospel according to St. John chapter 14 verse 16. അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും. പാരക്ലീത്ത എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? സാധാരണ ഈ പദം പട്ടംകട ശുശ്രൂഷയിലാണ് നാം കേൾക്കാറുള്ളത്. പാരക്ലീത്ത ആകുന്ന ആത്മാവ് എന്നാണ് അതിനോട് ചേർന്ന് നാം പറയുന്നതായിട്ടുള്ള കാര്യം. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ചാരത്ത് നിൽക്കുന്നവൻ, സഹയാത്രികൻ, കാര്യസ്ഥൻ ആദിയായിട്ടുള്ള അർത്ഥങ്ങളാണ്. നാം എൻ്റെ വായിച്ചതായുള്ള വേദഭാഗത്ത് കാര്യസ്ഥൻ എന്നുള്ളതായിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ സത്യത്തിന് ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യജമാനൻ്റെ ചാരത്ത് നിൽക്കുകയും സഹായിക്കുകയും ആലോചനകൾ നൽകുകയും മധ്യസ്ഥത വഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സഹയാത്രികനെക്കുറിച്ചാണ് പാരക്ലീത്തായാകുന്ന ആത്മാവ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മോടുകൂടി ഇരിക്കുവാൻ്റെ കോണം ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ കാര്യസ്ഥൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിനംതോറും ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നതായുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരണം. മനനം എന്നുള്ള വാക്ക് നാം കേട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകത്തേക്കൊന്ന് തൊട്ടതിന് ശേഷം ഓടിപ്പോയി ജോലിയിലേക്ക് ഏർപ്പെടുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ശാന്തമായിട്ട് ദൈവസ്ഥനിൽ ഇരിക്കുന്നതിനായിട്ട് ഇടയാവണം. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവത്തിനും നമുക്കും മധ്യേ നിൽക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ്, അതാണ് ആ കാര്യസ്ഥൻ. നാം വായിക്കുന്നതായുള്ള വേദഭാഗങ്ങളെ തിരിച്ചറിയുവാൻ്റെ കൊണ്ട് നമ്മുടെ ബോധത്തിൻ്റെ കണ്ണുകളെ തുറക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് പാരക്ലീത്തായാകുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. യേശു തുടങ്ങിയതായുള്ള ദൗത്യം ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിലൂടെ നിർവഹിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം എന്നത് കർത്താവ് ആഗ്രഹിച്ച് ആ ദൗത്യത്തിനായിട്ട് അവരെ ഒരുക്കുന്നതായിട്ടുള്ള വേദഭാഗവും കൂടിയാണിത്. നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാം പലതരത്തിലുള്ള ആളുകളായിരുന്നു. ഭീരുക്കളായിരുന്ന ആൾക്കാരുണ്ട്, തള്ളി പറഞ്ഞതായിട്ടുള്ള പത്രോസുണ്ട്, ഒറ്റിക്കൊടുത്തതായിട്ടുള്ള യൂദാസുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും ഒരു അംശത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണപ്പെടുന്നതായുള്ള ഒന്നാണ്. ഭയത്തോടു കൂടി ജീവിക്കുന്നതായുള്ള വ്യക്തികൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നതായിട്ടുള്ള വേദഭാഗത്തുനിന്ന് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചും കർത്താവെ സൂചിപ്പിക്കുന്നത്. കർത്താവിൽ വിശ്വസിപ്പീൻ, പിതാവിനും വിശ്വസിപ്പീൻ എന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ആഴമേറിയ വിശ്വാസത്തോടു കൂടി ദൈവമക്കളായിട്ട് ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മളോടുകൂടി ഇരിക്കുന്ന, നമ്മളോടുകൂടി യാത്ര ചെയ്യുന്ന, സത്യത്തിലേക്ക് വഴി നടത്തുന്ന, നമ്മുടെ ചിന്തകളെ നയിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായുള്ള ധന്യതയെ നൽകിത്തരുന്ന പരിശുദ്ധാത്മാവിനെ ദിനംതോറും അനുഭവിപ്പാൻ ധ്യാനത്തിലൂടെ, മനനത്തിലൂടെ നമുക്ക് സാധ്യമായിട്ട് തീരണം. ഇടവക ദിനം കൊണ്ടാടുന്നതായുള്ള ഈ അവസരത്തിൽ
നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശോധിക്കുന്നതായുള്ള അവസരമാണ്. നമ്മുടെ ഭവനത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് വരുന്ന വീട്ടുപ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാ നമസ്കാരവും ഒക്കെ കാണും. എന്നാൽ ദൈവമക്കളായുള്ള നാം ഓരോരുത്തരും എൻ്റെ ജന്മം ദൈവം നൽകിയതാണ്, എൻ്റെ ജീവിതം ദൈവം നൽകിയതാണ് എന്നുള്ള ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ഓരോ ദിവസവും കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്ന ധ്യാനത്തിൻ്റേതായുള്ള രീതിയിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ടിടയാവണം. ഇന്നിവിടെ 18 ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. 1, 2 അല്ല, 18 പേരിവിടെയുണ്ട്. ഈ ഇടവേയുടെ ഒരു നല്ല ഒരു അംശമാണ് ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. വിശുദ്ധ കുർബാനയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നതായുള്ള ഈ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളുടെ ജീവിതത്തിൽ ഓർത്ത് പാലിക്കേണ്ടതായുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിച്ചത്. All of you should have personal devotional habits. Personal devotional habit. ഇന്ന് നീ വേദപുസ്തകം വായിച്ചു എന്ന് ചോദിക്കുന്നതായുള്ള ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയത്തെ ബൈബിൾ സൊസൈറ്റിയുടെ ബിൽഡിങ്ങിൽ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഇന്ന് വേദപുസ്തകം വായിച്ചു. പട്ടണവാസികളോട് ചോദിക്കുന്നതായുള്ള ചോദ്യമാണ്, The word of God is given to you. Have you read it? അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നതായുള്ള എല്ലാ പൈതങ്ങൾക്കും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഈ ലോകത്തിൽ ജനിച്ച് വളരുന്നതായുള്ള അവസരത്തിൽ അവർക്ക് വേദപുസ്തകത്തിനൊരു പ്രതി കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ താല്പര്യപ്പെടണം. Everybody should have a copy of the Bible. ഒരു കാലഘട്ടത്തിൽ വേദപുസ്തകം ഇല്ലായിരുന്നു എന്നത് ഓർക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് വിവിധ പരിഭാഷകളിലൂടെ, വിവിധ ഭാഷകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ആളുകൾക്ക് വേദപുസ്തകം നൽകപ്പെടുന്നുണ്ട്. When it is available and when it is in our hand, are you making use of it? Have you read it? Not only that you read it, but you study it and take time to meditate upon the truth that is revealed to you by the Holy Spirit. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള 3 ഘടകങ്ങളാണ്. 1, സത്യത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആത്മാവ്, സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള ആത്മാവ്. 2, സനാതനത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആത്മാവ്. 3, സ്നേഹത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആത്മാവ്. സത്യത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആത്മാവ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങളൊഴികെ, ഇപ്പോൾ ജനിച്ചതായുള്ള കുഞ്ഞുങ്ങളൊഴികെ ബാക്കി എല്ലാവർക്കും വിശുദ്ധ മാമോദിസ ലഭിച്ചിട്ടുണ്ട്. നമ്മളുടെ വിശുദ്ധ മാമോദിസ ശുശ്രൂഷയോട് ചേർന്ന് തന്നെയാണ് കൺഫർമേഷൻ. അതുകൊണ്ട് ഇന്നേ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് തങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺഫർമേഷൻ ഈസ് ഓൾറെഡി ഓവർ. കൺഫർമേഷനിൽ സഭയായിട്ട് പരിശുദ്ധാത്മദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസരമാണ്. ആ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുമാണ് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തേണ്ടതായുള്ള ഒരാത്മാവാണ്. ആ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നടത്തിപ്പും ജീവിതത്തിൽ അനുഭവിപ്പാൻ്റെ കോണം, അറിയുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരുന്നുണ്ട്. ഡോക്ടർ ഉന്മാദത്തിൻ എഴുതിയതായിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് കപാലം എന്നുള്ളതായിട്ടുള്ള തലക്കെട്ട്. അതിൻ്റെ 12ാമത്തെ എഡിഷനാണ് എനിക്ക് വായിക്കുവാനൊക്കെ ഇടയായിട്ട് എത്തുന്നത്. അതൊരു ഡിറ്റക്റ്റീവ് നോവലാണ്.
പല ആളുകളും മരിക്കുന്നതായുള്ള അവസരത്തിൽ മരണകാരണം എന്ന് കണ്ടുപിടിച്ച് വെളിവാക്കുവാൻ്റെ കാരണം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടൊരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ടൊരു പോലീസ് സർജനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ശവശരീരം പരിശോധിക്കും. വേണ്ടി വന്നാൽ തലയോട്ട് തുറന്ന് ബ്രെയിൻ എടുത്ത് അത് പരിശോധിക്കും. നമ്മുടെ അവയവങ്ങളെല്ലാം അതിൻ്റെ പോർഷൻസൊക്കെ എടുത്ത് പരിശോധിക്കും. എന്താണ് മരണത്തിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുവാനായിട്ടാണ്. അതിലൊരു അധ്യായം പറയുന്നത് വളരെ ലോക പ്രശസ്തി ആർജിച്ചതായുള്ളൊരു നർത്തകി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കേഷനിൽ നൃത്തം ചെയ്യുവാനൊക്കെയാണ് അവരെ ക്ഷണിച്ചു. അവരോട് ഒന്നിച്ച് പോകുന്നതിനായിട്ട് ഭർത്താവിനും സാധിച്ചില്ല. അതുകൊണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് അവർ പോയി. ആദ്യത്തെ വൈകുന്നേരം തന്നെ ഏറ്റവും നന്നായിട്ട് നൃത്തം ചെയ്തു. അനേകം ആളുകൾ വന്ന് അഭിനന്ദിച്ചു. അടുത്ത ദിവസം ഭർത്താവ് ജോലിയെല്ലാം ഒരുക്കിയതിന് ശേഷം വരുന്നുണ്ട്. അവരുടെ ഉറ്റ സ്നേഹിതനായിട്ടുള്ള ഒരാളുടെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനായിട്ട്. ആദ്യത്തെ ദിവസം രാത്രിയായപ്പോൾ അമ്മ പറയുന്നുണ്ട്, മക്കളെ വാ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അപ്പോൾ മക്കളെ അമ്മയോട് പറയുന്നുണ്ട്, വേണ്ട അമ്മേ, അമ്മ ഇന്ന് വളരെയധികമായിട്ട് നൃത്തം ചെയ്ത് ടയേർഡായിരിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നതായുള്ള ദിവസമാണ്, ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കും. അടുത്ത ദിവസമാണ് ഭർത്താവ് വന്നത്. അന്ന് രാത്രിയിൽ വളരെയധികം വേർത്ത് കുളിച്ചതായിട്ടുള്ള ആ നർത്തകി കുളിക്കുന്നതിനായിട്ട് കുളിമുറിയിൽ കയറി. പിന്നെ അവരെ പുറത്തു വന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ, പോലീസ് സർജന് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും പറയും വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. എന്നാൽ ആ പോലീസ് സർജൻ കണ്ടുപിടിച്ചു അങ്ങനെയല്ല. ഭർത്താവ് വന്നതായുള്ള ദിവസം ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധത്തിൽ എന്തോ പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാക്ക് തർക്കം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല അന്വേഷിച്ചത്. പിന്നെ ഭർത്താവാണോ ഭാര്യയെ കൊന്നത് എന്നതാണ്. അന്വേഷിച്ചപ്പോഴാണ് വേറൊരു രഹസ്യം മനസ്സിലായത്. ഭർത്താവ് ഒരു ബിസിനസ് ചെയ്യുന്നതായുള്ള വ്യക്തിയാണ്. തൻ്റെ ബിസിനസ്സിൽ വളരെ അധികമായിട്ട് കടമൊക്കെ കയറി നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്. പരാജയത്തിലേക്ക് കൂക്കുകുത്തുന്നതായുള്ള അവസരമാണ്. ആ പശ്ചാത്തലത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ഗൾഫ് ഏരിയയിൽ പോകുന്നതിനിടയായിട്ട് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഭാര്യയുടെ പേരിൽ $1 million ലൈസൻസ് എടുത്ത്, ഇൻഷുറൻസ് എടുത്തു. $1 million കിട്ടും. കാരണം ലോക പ്രശസ്തി ആർജിച്ചതായുള്ളൊരു നർത്തകിയാണ്. കിട്ടി. എന്നാൽ അവൾ മരിച്ചാൽ മാത്രമേ $1 million തനിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ബാത്ത് സ്റ്റബിൽ വെള്ളമൊഴിച്ച് ആ വെള്ളത്തിൽ അവളെ മുക്കിക്കൊന്നു എന്നതാണ് കണ്ടുപിടിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്നതായ സത്യത്തെ, വെളിച്ചത്തെ കൊണ്ടുവന്ന് ആ വെളിച്ചത്തിൽ ആ സത്യത്തെ ഉറക്കെ പറയുവാൻ കൊണ്ട് ഇടയായിത്തീരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ പല അധ്യായങ്ങളിലൂടെ വിവരിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായുള്ള അവസരത്തിൽ നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നതായുള്ള ആത്മാവാണ്. ജഡീകമായിട്ടുള്ള ജീവിതവും ലൗകികമായിട്ടുള്ള ജീവിതവും നമുക്ക് പരിചയമുണ്ട്. ജഡീകമായിട്ടുള്ള ജീവിതത്തിലേക്കും ലൗകികമായിട്ടുള്ള ജീവിതത്തിലേക്കും വഴുതി പോകുവാനായിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും പോകേണ്ടതായുള്ള പാതയെ ചൂണ്ടിക്കാണിച്ച് നമ്മെ തിരുത്തി വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് നമുക്കുള്ളത്.
അതുകൊണ്ടാണ് ജീവിതത്തിൽ മനനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിനായിട്ടിടയായി തീർന്നത്. ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ദൈവം നമ്മോട് പറയുന്നതായുള്ള കാര്യങ്ങളെ കേൾക്കുന്നതിനായിട്ട് സാധിക്കണം. ഫിലിപ്പോസിനെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പരിശുദ്ധാത്മാവാണ്. അവിടെ വളരെയധികം സന്തോഷമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ നിർജ്ജനമായിട്ടുള്ളൊരു പ്രദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആരുമില്ല. അവനങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് അതുവഴിയായിട്ടൊരു രഥം കടന്നു പോകുന്നത് കാണുന്നത്. എത്യോപ്യനായുള്ള ഷണ്ണൻ യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസരമാണ്. തേരിനോട് ചേർന്ന് നടക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഫിലിപ്പോസിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയത് തന്നെ. അതുകൊണ്ട് തേരിനോട് ചേർന്ന് നടക്കുന്ന അവസരത്തിൽ ഈ എത്യോപ്യനായുള്ള ഷണ്ണനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് നിനക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെയാണ് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നതായുള്ള ഷണ്ണൻ ഈ ഫിലിപ്പോസിനോട് കയറി രഥത്തിലിരിക്കുവാനായിട്ട് പറഞ്ഞു. രഥത്തിലിരുന്നുകൊണ്ട് അവനെ പഠിപ്പിക്കുകയാണ്. അവൻ സ്നാനമേറ്റ സഭയുടെ ഭാഗമായിട്ട് തീരുന്നതായിട്ടുള്ള അവസരം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുവാൻ്റെ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള ഒരു ആത്മാവാണ്. ജീവനെ ഉണ്ടാക്കുന്നതായുള്ള ആത്മാവാണ്. നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. പാറക്ലിത്തയാകുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഒന്നാമത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലേക്കും വഴി നിർത്തുന്നതായുള്ളൊരു ആത്മാവാണ്. രണ്ടാമത് സനാതനത്വത്തിലേക്ക് നയിക്കുന്നതായുള്ള ആത്മാവാണ്. നാം വായിച്ചതായുള്ള വേദഭാഗത്ത് തന്നെ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല. സനാഥരായിട്ട് തീരുവാൻ്റെ കാരണം നമ്മോട് കൂടെ നടക്കുന്നതായിട്ടുള്ള ദൈവം. നമ്മുടെ കോട്ടയം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന പ്രൊഫസർ MC തോമസ് അച്ഛന് എഴുതിയതായുള്ള പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് സഞ്ചരിക്കുന്നതായിട്ടുള്ള ദൈവം, സഞ്ചാരിയുടെ ദൈവം. പുറപ്പാട് പുസ്തകമൊക്കെ ആധാരമാക്കി എഴുതിയതായിട്ടുള്ളൊരു ഭാഗമാണ്. മിസ്രൈമിലെ ദൈവജനത്തെ വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ ദൈവം കൂടെയാണ്, മാറി നിൽക്കുകയല്ല. അതുകൊണ്ട് തന്നെ ദൈവം ഇന്ന് നമ്മോടെല്ലാവരോടും പറയുന്നുണ്ട്, ആരെയും തനിച്ച് ആക്കരുത്, ആരെയും തനിച്ച് വിടരുത്. സാധാരണ നമ്മളുടെ ദേവാലയത്തിൽ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് കുടയമെടുത്ത് വീട്ടിൽ പോകുന്നതായുള്ള ആളുകളാണെന്നാണ്. ഒരു കുഞ്ഞിനോട് പോലും സംസാരിക്കില്ല. ആരാണ് ഇന്ന് പുതിയതായിട്ടുള്ള ഇടവയിലുള്ളത് എന്ന് കണ്ടുപിടിക്കുവാനായിട്ടുള്ളൊരു ത്വര നമുക്കില്ല. പോയെന്ന് സംസാരിക്കുവാൻ, പരിചയപ്പെടുവാൻ, വീണ്ടും വരണമെന്ന് പറയുവാൻ, കൂടെ ഇരിക്കത്തക്കവണ്ണം സാധിക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സങ്കീർണങ്ങളായുള്ള പ്രശ്നങ്ങളേറെയാണ് വളരെയധികം ആളുകൾ ദേവാലയത്തിൽ വരുന്നത്. ഒരുപക്ഷെ നാം അറിയുന്നില്ല, ഒരുമിച്ച് കൂടി വരുമ്പോൾ നല്ല പാട്ട്, നല്ല ആരാധന, നല്ല ദൈവദിന ധ്യാനം, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ സമ്പന്നരാണ്. എന്നാൽ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഹൃദയം വേദനിച്ച് മനസ്സ് തകർന്ന് കണ്ണുനീരൊഴുക്കി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് മറന്നു പോകുവാനിടയാകരുത്. Are we able to identify such persons? ദൈവം നമുക്ക് നൈസർഗികമായിട്ട് തന്നിട്ടുള്ള ഒരു കഴിവാണ്. നമ്മുടെ മക്കൾ എവിടെയായിരിക്കുന്നോ അവിടെയായിരിക്കും നമ്മളുടെ അറ്റൻഷൻ, അവിടെയായിരിക്കും നമ്മളുടെ കണ്ണുകൾ. ഇവിടെ എന്ത് പറഞ്ഞാലും, ഇവിടെ എന്ത് നടന്നാലും നിങ്ങളുടെ കണ്ണെല്ലായ്പ്പോഴും എവിടെയാണോ കുഞ്ഞിരിക്കുന്നത് അവിടെയായിരിക്കും.
ഇത് നൈസർഗികമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ളൊരു കഴിവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി, ഒരു കുഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ദേവാലയത്തിലിരിക്കുന്നതായുള്ള അവസ്ഥയിൽ നിങ്ങളിൽ പലരെയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മുഖഭാവം ഞാൻ ദർശിക്കുന്നുണ്ട്. നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നതായുള്ളൊരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചതായുള്ള വേദഭാഗം ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷം ശാരീരികമായുള്ള തൻ്റെ സാന്നിധ്യമല്ല, ആത്മീയമായുള്ള തൻ്റെ സാന്നിധ്യമാണ് നൽകുന്നത് എന്ന് പഠിപ്പിച്ചതായുള്ള ഭാഗമാണ്. ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഇതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. ഈ വ്യർത്ഥമായുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ഏർപ്പെടേണ്ടത്, പിന്നെയോ ദൈവഹിത പ്രകാരം ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് അവനെ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞതായിട്ട് തോമസ് അപ്പോസ്തലനെ ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോയതായുള്ള 7 ശിഷ്യന്മാർ അവരുടെ വാതിൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവർക്ക് നല്ല ചൂടുള്ളതായുള്ള അപ്പമൊക്കെ കൊടുക്കുന്നത്. നീ ഇവയേക്കാളൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിക്കുവാൻ കൊണ്ടിടയായിട്ട് തീരുന്നതും അതേ സാഹചര്യം തന്നെയാണ്. കൈവിടുകയില്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയുണ്ട് എന്നാണ് സ്വർഗാരോഹണം ചെയ്യുന്നതായുള്ള അവസരത്തിൽ കർത്താവ് പറഞ്ഞു. സ്വർഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട്. എന്ത് അഫർമേറ്റീവായിട്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ആ കർത്താവിൻ്റെ സ്ഥാനത്ത് അനുഭവിപ്പാനായിട്ടാണ് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയതായുള്ള ഒരു പുസ്തകത്തിൽ തലക്കെട്ടാണ് ആരും കാണാത്തതായുള്ള യുദ്ധങ്ങൾ. മനസ്സിൻ്റേതായുള്ള സംഘർഷങ്ങളെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ. മനസ്സിൽ ഉണ്ടാവുന്നതായുള്ള സംഘർഷങ്ങൾ, ആരും കാണാത്തതായുള്ള യുദ്ധങ്ങൾ. നമ്മളുടെ മനസ്സ് ഒരു യുദ്ധഭൂമിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഗൾഫിൽ യുദ്ധമുണ്ടോ എന്നുള്ളതല്ല, ട്രംപ് യുദ്ധത്തിന് കൂട്ടുകൂടുന്നുണ്ടോ എന്നുള്ളതല്ല, ഇസ്രായേൽ ഇറാൻ യുദ്ധം അതൊരു ഭാഗത്താണ് നടക്കുന്നത്. അതിനെക്കാട്ടും വലിയൊരു യുദ്ധം മനസ്സിനുള്ളിൽ നടക്കുന്നുണ്ട്, സംഘർഷങ്ങൾ. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീവിതം ശരിയായ ഉത്തരങ്ങൾ ഇല്ലാത്ത ഒരു ചോദ്യപേപ്പറാണ് എന്നത്. ഉത്തരവൊന്നും നമുക്ക് കിട്ടുകയില്ല, കിട്ടാതെ വിഷമിക്കും. എൻ്റെ ദൈവമേ, നീ ഇതൊന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുന്നതായുള്ള അവസ്ഥകളുണ്ട്, നെടുവേർപ്പെടുന്നതായുള്ള അവസ്ഥകളുണ്ട്. യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും സംഘർഷങ്ങളിലും കർത്താവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായൊരു ഉത്തരമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഐ ആം വിത്ത് യു ഓൾവേസ്. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസായിട്ട് ഇവിടെ ഇരിക്കുന്ന അനേക വിദ്യാർത്ഥിനികളുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഭാവി എന്തായിത്തീരുമെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. എന്നാൽ വി ഹാവ് ഗുഡ് ഡ്രീംസ്. നാം വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായുള്ള നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കുന്നതായുള്ള ദൈവമാണ് കൂടെയുള്ളത് എന്ന തിരിച്ചറിവാണ് ഈ പ്രായത്തിലുണ്ടാവേണ്ടത്. God will not forsake you. When you have good dreams, remember that He has greater dreams than you. He has greater dreams. സൃഷ്ടാവായുള്ള ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളാണുള്ളത്. 3, പരിശുദ്ധാത്മാവ് സ്നേഹത്തിലേക്ക് നയിക്കുന്നതായുള്ള ആത്മാവാണ്. സ്നേഹത്തിലേക്ക് നയിക്കുന്നതായുള്ള ആത്മാവാണ്.
ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഞാൻ എത്ര സ്നേഹിക്കാനായിട്ട് ശ്രമിച്ച് സ്നേഹം കൊടുത്താലും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തേക്കാൾ കൂടുതലായ സ്നേഹം എനിക്ക് തിരിച്ചു നൽകുന്നതായുള്ള ആളുകൾ ഈ ലോകത്തിലില്ലേ? വിവാഹിതരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കൊടുത്തിരിക്കുന്നതായുള്ള സ്നേഹത്തേക്കാൾ എത്ര ഉപരിയായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഭവന അന്തരീക്ഷത്തിൽ മാത്രമല്ല, സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകൾ, നമുക്ക് ഒരുമിച്ച് പോകാം. നാം എല്ലാവരും ഇപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാതോർപ്പിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള അവസരമാണ് ആരൊക്കെയാണ് മന്ത്രിമാരാകാൻ പോകുന്നത്. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ മറ്റേ ആളുകളെല്ലാം ചേർത്ത് നിർത്തുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ട്രഗിളുണ്ട്. അത് നാം കാണുന്നുണ്ട്. നിനക്ക് ആഭ്യന്തരമാണെങ്കിൽ നീ എടുത്തു, ഞാൻ ധനകാര്യം എടുത്തോളാം. നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ. വിട്ടുവീഴ്ചകൾക്ക് സാധ്യമായിട്ട് തീരുമോ മനുഷ്യ ജീവിതത്തിൽ? ഈ ഇടവേ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ആൾക്കൂട്ടം മാത്രമല്ല, ബന്ധമുള്ള ആളുകൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന അവസരമാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരമാണ്. നമുക്ക് അന്യോന്യം നമ്മളുടെ പ്രാരാബ്ധങ്ങളെ പങ്കിടുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് പറയുന്നതായുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരുമോ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതായുള്ളൊരു ശിഷ്യ സമൂഹമായിരിക്കണം തനിക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചതായുള്ള കർത്താവാണ് സർഗാരോഹണം ചെയ്തത്. ബലഹീനരായുള്ള നമ്മെ ഇതെല്ലാം ഫലമേൽപ്പിക്കുവാൻ താല്പര്യപ്പെട്ടതായുള്ള കർത്താവാണ്. നമ്മൾ ബലഹീനരാണ് എന്നറിയാം, എങ്കിൽ തന്നെയും നമ്മെ ബലപ്പെടുത്തുന്നതായുള്ള ആത്മാവിനെ നമുക്ക് നൽകിയിട്ടാണ് പോകുന്നത്. ഞാൻ പോകേണ്ടത് ആവശ്യം, ഞാൻ പോയാൽ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കും, എൻ്റെ പിതാവ് നിങ്ങൾക്ക് അയച്ചു തരും. ആ കാര്യസ്ഥൻ നമ്മെ സത്യത്തിലേക്ക് വഴി നിർത്തുന്നതായുള്ള ആത്മാവാണ്. 2, സനാഥരായി നമ്മെ വഴി നിർത്തുന്നതായുള്ള ആത്മാവാണ്. 3, സ്നേഹത്തിലൂടെ വഴി നിർത്തുന്നതായുള്ള ആത്മാവാണ്. മനോഹരമായിട്ടുള്ളൊരു ഒരു ചിന്താധാര ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയത്തിലൂടെ ഞാൻ വായിക്കുകയുണ്ടായി. കാരിത്താസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻ ഡയറക്ടറായിരുന്ന ഒരു രവീന്ദ്രൻ സാന്ദേഴ്സ്, അതേ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഭക്ഷണമൊക്കെ ഓരോ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന പല ആളുകളുണ്ട്. ഭക്ഷണം പുതിയായിട്ട് വീടുകളിൽ എത്തിക്കുക. ഒരു വീട്ടിൽ ചെന്ന് മുട്ടിയതായുള്ള അവസരത്തിൽ വളരെ വൃത്തിയായിട്ടുള്ള ഒരാളാണ് വന്ന് കതക് തുറക്കുന്നത്. ആ വൃദ്ധയുടെ കയ്യിൽ ഈ പൊതി ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ ആ വൃദ്ധ പറയുന്നുണ്ട്: മോനെ, എനിക്ക് ഈ പൊതി ഒന്ന് ആ മേശപ്പുറത്തോട്ട് വെച്ച് തരാമോ? എൻ്റെ കൈ വിറയ്ക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് ഞാൻ അവിടെ വരെ പോകാൻ എനിക്ക് സാധിക്കത്തില്ല. വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ? ചെറിയൊരു കാര്യമാണല്ലോ ആവശ്യപ്പെട്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് അത് അനുവദിച്ചു. അവ കൊണ്ട് വെച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ പറഞ്ഞു: മോനെ, കഴിയുമെങ്കിൽ ഒരു 10 മിനിറ്റ് എൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് മടുത്തു. ഞാൻ തന്നെ ഇരുന്ന് മടുത്തു. അവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കണം. വാശിലൊക്കെ നോക്കിയ അവസരത്തിൽ തനിക്ക് ഓരോരോ സ്ഥലത്തിൽ എത്തിച്ചേരേണ്ടതായുള്ള ആവശ്യമുണ്ട്. എന്നാൽ അമ്മ പറഞ്ഞതാണല്ലോ, ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ പറഞ്ഞതാണല്ലോ എന്നതൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനവിടെ ഇരുന്നു. അപ്പോൾ ആ പൊതിയൊക്കെ തുറന്ന്
ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, മോനെ ആ കാണുന്നതായുള്ള പടമുണ്ടല്ലോ, അതിൻ്റെ ഭർത്താവിൻ്റെ പടമാണ്. അനേക വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതാണ്. അതിനപ്പുറത്ത് കാണുന്നതായുള്ള പടം എൻ്റെ മകൻ്റേതാണ്. അവനിപ്പോൾ അമേരിക്കയിലാണ്, സന്തോഷമായി സുഖമായിട്ടൊക്കെ അവിടെ പാർക്കുന്നു. കഴിഞ്ഞിട്ട് അവർ അല്പനേരം ഒന്ന് നിർത്തി. അവൻ്റെ കണ്ണിൽ കണ്ണുനീര് നിറയുന്നത് അവൻ കണ്ടു. പിന്നെ പറഞ്ഞു, അതിനപ്പുറത്ത് കാണുന്ന മൂന്നാമത്തെ പടം എൻ്റെ മകളുടേതാണ്. അവളിപ്പോൾ ബാംഗ്ലൂരിൽ സന്തോഷമായി സുഖമായിട്ടൊക്കെ വസിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ ഈ യൗവനക്കാരനോട് ചോദിച്ചു, മോനെ നിൻ്റെ അമ്മ നിനക്കുണ്ടോ? അവൻ പറഞ്ഞുണ്ട്. പിന്നത്തെ ചോദ്യം, നീ എൻ്റെ അമ്മയെ വിളിച്ചോ? അവൻ ഉത്തരം മുട്ടിപ്പോയി. കാരണം അറിയാമല്ലോ, ഉത്തരം മുട്ടിപ്പോയി, വിളിച്ചില്ല. അത് ആ വൃദ്ധയായുള്ള സ്ത്രീക്ക് മനസ്സിലായി. അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ അവസരത്തിൽ അവർ പറഞ്ഞു, മോനെ നീ പോകുന്നതായുള്ള വഴിയിൽ വെച്ചെങ്കിലും നിൻ്റെ അമ്മയെ ഒന്ന് വിളിക്കണം. അവനപ്രകാരം ചെയ്തു. പോയതായിട്ടുള്ള അവസരത്തിൽ അമ്മയെ വിളിച്ചു. അമ്മയോടെ ചോദിച്ചു, മോനെ എന്നാ നീ ഇപ്പോൾ വിളിക്കുന്നത്? സാധാരണ ഈ സമയത്തല്ലല്ലോ നീ വിളിക്കുന്നത്, നീ എന്താ വിളിച്ചത്? വല്ല പ്രത്യേകത വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാണ്. അപ്പം അമ്മ അവനോട് ചോദിക്കണേ, മോനെ നീ ഇന്ന് വല്ലതും കഴിച്ചോ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഷയാണ് അമ്മയിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായിട്ടെത്തുന്നത്. മകനാണ് തന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴും അമ്മ മകൻ്റെ ക്ഷേമത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. താൻ ഭക്ഷണം കൊണ്ട് കൊടുത്തതായുള്ള വൃദ്ധയായുള്ള സ്ത്രീയെ അവനോട് പറയുന്നുണ്ട്, മോനെ നീ എല്ലാ ദിവസവും നിൻ്റെ അമ്മയെ വിളിക്കണം. ഭക്ഷണമല്ല കാര്യം, നിൻ്റെ വിളിയും നിൻ്റെ സാന്നിധ്യവുമാണ്. ഭക്ഷണമല്ല കാര്യം, നിൻ്റെ വിളിയും നിൻ്റെ സാന്നിധ്യവുമാണ്. ഈ മൂത്ത മകനെക്കുറിച്ച് വൃത്തിയായിട്ടുള്ള അമ്മ പറഞ്ഞതായുള്ള അവസ്ഥ പറയുന്നുണ്ട്, എൻ്റെ മകൻ ഹീസ് ഡൂയിങ് വെൽ, അതുകൊണ്ട് എനിക്ക് പണമൊക്കെ അയച്ചു തരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് അങ്ങനെയുള്ള സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ. എന്നാൽ പറയാത്തതായുള്ളൊരു കാര്യമാണ്, എന്നാൽ അവൻ എൻ്റെ കൂടെ ഇല്ല. മുമ്പേ ഞാൻ ചോദിച്ചതായുള്ളൊരു ചോദ്യം, നീ ഇന്ന് വേദപുസ്തകം വായിച്ചുവോ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, നീ ഇന്ന് നിൻ്റെ മാതാപിതാക്കളെ ഒന്ന് വിളിച്ചോ? ഇടവദിനം കൊണ്ടാടുന്നതായുള്ള ഇടവയ്ക്ക് ഉള്ളതായൊരു സന്ദേശം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നതിനായിട്ടും ദൈവത്തെ അറിയുന്നതിനായിട്ടിടെയാണ് ഒന്ന്. രണ്ട്, ഈ ലോകത്തിൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സഹചരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, സഹോദരങ്ങൾ വിളിക്കണം. ഈ വൃദ്ധയായുള്ള സ്ത്രീയെ അവളോടുകൂടെ 10 മിനിറ്റ് ഇരുന്നതായിട്ടുള്ള ആൾ എഴുന്നേറ്റ് പോകുന്നതായുള്ള അവസ്ഥ പറഞ്ഞു, മോനെ നീ ഇതുകൂടെ കൊണ്ടുപോകണം. 500 രൂപയുടെ നോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എനിക്കൊരു 10 മിനിറ്റ് തന്നതിന് ഞാൻ നിനക്ക് നൽകുന്നതായുള്ള പ്രതിഫലമാണ്. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഈ ചെറുപ്പക്കാരനായുള്ള മനുഷ്യൻ ഈ വൃദ്ധയായുള്ള അമ്മയെ അന്വേഷിച്ചു. ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ കഥ തുറന്ന വേറൊരാളാണ്. അപ്പോൾ പറഞ്ഞു, നീ അന്വേഷിക്കുന്നതായുള്ള അമ്മ ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി.
എന്നാൽ അമ്മ എൻ്റെ കയ്യിലൊരു എൻവലപ്പ് തന്നിട്ടുണ്ട്, അത് നിൻ്റെ കയ്യിൽ തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ ഒരു എൻവലപ്പൊക്കെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്കിയതായുള്ള അവസരത്തിൽ അതിനകത്ത് 2 500 രൂപയുടെ നോട്ടുകൾ ഇരിപ്പുണ്ട്. മോനെ, നീ ഇവിടെ വന്നതിനും എന്നോട് കൂടെ ഭക്ഷണത്തിന് ഇരുന്നതിനും എല്ലാം ഞാൻ ഓർത്ത് നിനക്ക് നൽകുന്നതായിട്ടുള്ള പ്രതിഫലമാണ്. Money is not the matter. Relationship is bigger than the wealth that you have. എന്ത് വില കൊടുത്തും ദൈവം നൽകിയിരിക്കുന്നതായുള്ള ദൈവികമായുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുവാനായിട്ട് ഇടയാവരുത്. ആരെയും തനിയെ ആക്കരുത്, ആരെയും തനിയെ വിടുകയും വരുത്. ഇരിക്കുന്നതായുള്ള പ്രായമുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. നമ്മളുടെ പഴയ രീതി അനുസരിച്ച് ഒരാളെ വീട്ടിൽ വന്നാൽ ആ ആളിനെ നമ്മൾ പടി വരെ കൂടെ നടന്ന് യാത്ര അയക്കും. എന്നിട്ട് പറ്റുമെങ്കിൽ നമ്മളുടെ മകനെ വിളിച്ചിട്ട് പറയും, മോനെ നീ ഈ ആളിൻ്റെ കൂടെ ആ ബസ് സ്റ്റാൻഡ് വരെ പോയി ബസ്സിൽ കയറ്റി വിട്ടിട്ട് മടങ്ങി വരണം. മനുഷ്യപ്പറ്റുള്ളതായുള്ളൊരു ജീവിതം എങ്ങനെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യപ്പറ്റുള്ളതായുള്ള ജീവിതം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആധുനിക ഭവനത്തിൻ്റെ സൃഷ്ടാവായുള്ള നമുക്ക് പഠിപ്പുര ഇഷ്ടമാണ്. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ നാം വിസ്മരിച്ചു പോകുന്നു. പണ്ട് കാലങ്ങളുണ്ടായിരുന്ന ഒന്നാണ് പഠിപ്പുര എന്ന് പറയുന്നത്. എല്ലാ വീടുകൾക്കും, വലിയ വീടുകൾക്കെല്ലാം പഠിപ്പുരയുണ്ട്. ആ പഠിപ്പുര രാത്രിയിൽ പോയി അടച്ചിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത്. എന്നാൽ അടയ്ക്കുന്നതിന് മുമ്പ്, ഇനി ശ്രദ്ധിച്ചു കിട്ടണം, അടയ്ക്കുന്നതിന് മുമ്പ് അവിടേക്ക് ഇറങ്ങി നിന്നിട്ട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്താഴം കൊടുത്തതിന് ശേഷം മാത്രമേ പഠിപ്പുര അടയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സകല സത്യത്തിലേക്ക് വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ സനാഥരായിട്ട് എപ്പോഴും നിർത്തുന്നതായുള്ള പരിശുദ്ധാത്മാവ്, എല്ലാ സ്നേഹവും നമുക്ക് നൽകിത്തരുന്നതായുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു കലവറയും കൂടാതെ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ അർപ്പിച്ചതായുള്ള പിതാവിൻ്റെ സ്നേഹം, എല്ലാ മരണ ശുശ്രൂഷയിലും ശവസംസ്കാര ശുശ്രൂഷയിലും നമ്മൾ അവസാനം പറയുന്നതായുള്ളൊരു വാക്കുണ്ട്, കർത്താവേ, നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഇതാണ് ദിവസം നാം ഓർക്കേണ്ടത്. ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് സമീപസ്ഥനായിരിക്കണം. നാം ആരും തനിയെ ആകരുത് എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. നമ്മെ സനാഥരാക്കി നിർത്തുന്നതായുള്ള ദൈവം, കർത്താവേ, നിൻ്റെ കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സനാതത്വമുള്ളതായിട്ടുള്ള ജീവിതത്തിനുടമകളായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.